ഇതാണ് കേട്ടോ തേരിക്കാടിലേക്ക് വരുമ്പോൾ ഒരു കോവിലിരിക്കുന്നത്. നമുക്ക് ഈ കോവിൽ കഴിഞ്ഞിട്ട് വേണം ഈ ഒരു ചുവന്ന മരുഭൂമിയിലേക്ക് പോകാനുള്ളത്. നമുക്ക് അങ്ങോട്ട് നടന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഈ കോവിലിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതുവഴിയാണ് നമ്മൾ ഈ ഒരു മരുഭൂമിയിലേക്ക് പോകാനുള്ളത്. റെഡ് സാൻഡാണ് കംപ്ലീറ്റ്. ഇതാണ് ചുവപ്പ് മരുഭൂമി. ഇതിലിപ്പോൾ ലൈറ്റ് കുറവായതുകൊണ്ട് വേറൊരു കളറായിട്ടാണ് കാണുന്നത്. നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് അത് കാണാം. എങ്ങനെയുണ്ട് തെറിക്കാട് ചുവന്ന മരുഭൂമി? അടിപൊളിയല്ലേ കാണാനൊക്കെ? ഫുള്ള് ചുവപ്പ് മരുഭൂമിയും ഇടയ്ക്കിടയ്ക്ക് ചെറിയ മരങ്ങളും. എനിക്ക് നടക്കാൻ വലിയ പാടാണ് കേട്ടോ ഈ മണ്ണിൽ കൂടെ. കാരണം നമ്മളെ കാലിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണ്ണ് പുതഞ്ഞു പോകുന്ന ഒരു ഫീല് നമുക്ക് വരും. ഈ മണ്ണിൽ ചുവപ്പുണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ മണ്ണിൽ ധാരാളം ഇൽമനൈറ്റ് അടങ്ങിയിട്ടുണ്ട്. ഗാർനറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹെമാറ്റൈറ്റിൽ അതുകൊണ്ടാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം കിട്ടുന്നത്. ഈ മണ്ണ് കണ്ടാൽ നമ്മളെ സാധാ മണൽ പോലെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ ഈ ചുവപ്പ് കളറാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ചൂടുള്ള സമയത്തൊന്നും അവിടെ പോകാൻ പറ്റത്തില്ല. നല്ല വെയിലാണ്, കാറ്റുണ്ട്, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കയറുമ്പം തന്നെ പാർക്കിംഗ് ഫീ എന്ന് പറഞ്ഞാൽ 20 രൂപ അവർ വാങ്ങുന്നുണ്ട്. ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് പാർക്കിംഗ് ഫീ ഉള്ളത്. അത് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മരുഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തൊന്നും വേറെ കടകളോ അങ്ങനെ മറ്റ് ഇതുകളോ ഇല്ല. അതിനാൽ നമ്മൾ ഈ പാർക്ക് ചെയ്യുന്ന ആ സ്ഥലത്ത് തന്നെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. അവിടെ നിന്ന് വെള്ളമോ കഴിക്കാൻ എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. കാരണം ഇവിടെ വന്ന് വെയിലടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി വെള്ളം ദാഹവും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരെ വാങ്ങിക്കൊണ്ട് വരുന്നതാണ് നല്ലത് കേട്ടോ. എന്തായാലും കാണാനൊക്കെ ഒരു അടിപൊളി പ്രദേശമാണ്. ഈ ചുവന്ന മരുഭൂമി ഇരിക്കുന്ന ആ പ്രദേശമെല്ലാം അടിപൊളിയാണ് കാണാൻ. ഇത് ഏകദേശം 22,000-ഓളം ഏക്കർ വ്യാപിച്ചു കിടക്കുന്നൊരു പ്രദേശമാണ് കേട്ടോ ഈ ചുവന്ന മരുഭൂമി. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല. അത് പ്രതീക്ഷിച്ച് ആരും ഇങ്ങോട്ട് വരരുത്. വേറെ എന്തെങ്കിലും കാര്യത്തിനായിട്ട് നമ്മൾ തിരിച്ചെന്തൂരോ അങ്ങനെ വരുന്നെങ്കിൽ മാത്രമേ ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ. പിന്നെ ഇവിടെ പകൽ സമയത്ത് രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ആയിരിക്കും വരാൻ ബെസ്റ്റ് ടൈമെന്ന് പറയും. കാരണം ഭയങ്കര വെയിലാണ് അതിനകത്ത്. അതുകൊണ്ട് ഈവനിങ് വന്നാലും കണ്ടിട്ട് ഇപ്പോൾ പിന്നെ ഇവിടെ കുറേ ദൂരത്തിലേക്കൊന്നും നമുക്ക് കയറിപ്പോകാൻ പറ്റത്തില്ല. കാരണം ഈ കാറ്റടിക്കുന്നത് കൊണ്ട് ഈ മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൺകൂനകളൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ നമുക്കത് വലിയൊരു തിരിച്ചു വരുമ്പോൾ അത് കാണത്തില്ല. അതുകൊണ്ട് ഒരുപാട് ദൂരേക്കൊന്നും ഇവിടെ നിന്ന് പോകരുത്. കാരണം വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത 100% ഉള്ളൊരു പ്രദേശമാണ്. ഇതിനകത്ത് വാഹനങ്ങളെല്ലാം കയറിപ്പോയ ടയറിൻ്റെ പാടെല്ലാം കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ വന്ന കാറ് ആ പാർക്കിങ്ങിൻ്റെ ഇപ്പുറത്തേക്ക് അവർ വിടത്തില്ല എന്നാണ് പറഞ്ഞത്. കണ്ടോ, ടയറെല്ലാം പതിഞ്ഞ പാടെല്ലാം. ഇതിന് മുന്നേ പോയതാണെന്ന് അറിയില്ല. ഒരു സാധാരണ വാഹനത്തിന് ഇതുവഴി പോകാൻ കഴിയത്തില്ല. മിനിമം 4x4 അങ്ങനെയുള്ളൊരു ജീപ്പ് അങ്ങനെയുള്ള വണ്ടിയൊക്കെ മാത്രമേ ഇതിൽ പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ മണ്ണിൽ പുതഞ്ഞു പോകും ടയർ. കാരണം അങ്ങനെയുള്ള ഏതോ വണ്ടികളായിരിക്കാം ഇതുവഴി പോയതെന്ന് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് തണലൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇങ്ങനെ നിൽക്കുന്ന മരങ്ങളുടെ മൂട്ടിലുള്ള ചെറിയ തണലുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു ആശ്വാസമായിട്ട് തോന്നും. ആ വെയിലത്തുനിന്ന് ഈ ഒരു ചെറിയ തണൽ നമ്മളതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്ക് കണ്ടോ എന്തങ്ങ് വ്യാപിച്ച് കിടക്കുകയാണ് കണ്ടോ. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചെടികളെല്ലാം ഇവിടെ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഒരുപാട് ഇങ്ങനെയുള്ള അല്ലാതെ വേറെ ചെടികളൊന്നുമില്ല. ഇതുപോലെ മരുഭൂമിയിലൊക്കെ വളരുന്ന ടൈപ്പിലുള്ള കുറേ ചെടികൾ ഇവിടെ പൊടിച്ച് നിൽപ്പുണ്ട്. ഇതിവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. എങ്ങനെയുണ്ട് ഈ സ്ഥലവും ഈ പ്രദേശമെല്ലാം? കണ്ടോ, നല്ല ചുവന്ന മണ്ണാണ് കേട്ടോ. വെള്ള മണ്ണ് എന്ന് പറയുന്നത് മണൽ പോലെയുള്ള ഒരു ചുവന്ന മണ്ണാണ് ഈ പ്രദേശം മൊത്തത്തിലുള്ളത്. ഇവിടെ പൊടിച്ച് നിൽക്കുന്ന ചെടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുള്ളുമാണ് കണ്ടാ, മുള്ളാണിത് മൊത്തം. അങ്ങനെ ഒരു ചെടിയാണ് ഇവിടെ മൊത്തം പൊടിച്ച് നിൽക്കുന്നത്. ഈ ഭാഗങ്ങളെല്ലാം ഈ മരുഭൂമിയിലൊക്കെ കാണുന്ന പോലെയല്ല, അങ്ങനെ ഒരു സസ്യജാലമാണ് കേട്ടോ ഇത്.
നമ്മുടെ ഈ തെറിക്കാട് കാണാനായിട്ടൊരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും നഷ്ടമായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു യാത്ര പ്ലാൻ ചെയ്ത് അതിൻ്റെ കൂടെ ഈ തെറിക്കാട് മരുഭൂമിയെല്ലാം കണ്ടിട്ട് പോകുന്നെങ്കിൽ ഓക്കെ ആയിരിക്കും. ഞങ്ങൾ വന്നത് തിരുച്ചെന്തൂർ, മണപ്പാട് അങ്ങനെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് ട്രിവാൻഡ്രത്ത് യാത്ര തിരിച്ചത്. അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഈ തെറിക്കാട് എന്ന് പറഞ്ഞ മരുഭൂമിയും കൂടെ സന്ദർശിച്ചത്. പക്ഷേ കൊള്ളാം, നല്ലൊരു മരുഭൂമിയാണ്, കാണാൻ നല്ല രസമുണ്ട്. നമ്മളിതുവരെ കാണാത്ത ചുവപ്പ് മണ്ണ്, കാരണം നല്ല കാഴ്ചയാണ് എന്തുകൊണ്ടും. എന്തായാലും എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.